നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമാടി US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പട്ടാമ്പി ഗവൺമെൻറ് ഹോസ്പിറ്റലിന് മുൻവശത്താണ്. നമ്മുടെ പട്ടാമ്പിയുടെ ഹൃദയമായ പട്ടാമ്പിയിലെ ഏറ്റവും കൂടുതൽ ഓഫീസുകളുള്ള പട്ടാമ്പിയിലെ റെയിൽവേ സ്റ്റേഷൻ, പട്ടാമ്പിയിലെ താലൂക്ക് ആശുപത്രി, പട്ടാമ്പി താലൂക്കിലെ എല്ലാ ഓഫീസുകളും മുനിസിപ്പാലിറ്റി അടക്കമുള്ള സകലമാന സ്ഥാപനങ്ങളുമുള്ള ഈ റോഡിൻ്റെ ഒരു അവസ്ഥ അതിദയനീയമാണ്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടാമ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികൃതരെല്ലാവരും തല താഴ്ത്തി പോകുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നമുക്ക് ഈ റോഡിലൂടെ വരുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്നത്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് വരുന്ന രോഗികളുടെ എണ്ണം നമുക്കറിയാം എത്രമാത്രമാണ് എന്നുള്ളത്. പല സമയങ്ങളിലും ആംബുലൻസിൽ വരുന്ന വാഹനങ്ങളിലെ രോഗികൾ അവർക്ക് ഇവിടുന്ന് മരിച്ച് തിരിച്ചു പോകേണ്ട അവസ്ഥ വരുമെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ MES അടക്കമുള്ള സ്കൂള്, അവിടെ പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇവിടുത്തെ വിവിധ ഓഫീസുകളിലേക്ക് വരുന്ന താലൂക്കിലുള്ള വിവിധ ഓഫീസുകളിലേക്ക്, മുനിസിപ്പാലിറ്റിയിലുള്ള ഓഫീസുകളിലേക്ക്, അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എല്ലാം വരുന്ന ആളുകളെ തിങ്ങി നിറഞ്ഞുകൊണ്ട്, വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞുകൊണ്ട് ഒരാൾക്ക് പോലും നടന്നു പോകാൻ പോലും പറ്റാത്ത അത്രയും ഇടുങ്ങിയ റോഡിൻ്റെ ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ലാത്ത ഈ റോഡ് ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ശരിക്ക് റിപ്പയർ ചെയ്യേണ്ടതാണ്. ഇതുവരെ വർഷങ്ങളായിട്ട് ഈ ഒരു ദയനീയ അവസ്ഥയിൽ കിടക്കുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ദയനീയമായ അവസ്ഥ നേരിൽ കാണുന്ന ഇവിടുത്തെ ഓട്ടോക്കാർ നമ്മളോട് സംസാരിക്കും. എന്തൊക്കെയാണ് ഈ ഇവിടുത്തെ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് നിങ്ങളുടെ അനുഭവം? ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പല സമയങ്ങളിൽ ഒരു മിനിറ്റ്, അതിന് മുന്നേ ഇതിപ്പോൾ പട്ടാമ്പി ഗവൺമെൻറ് ഹോസ്പിറ്റലിന് മുന്നിലുള്ള ഓട്ടോ ഓടിക്കുന്നവരാണ് നിങ്ങളിവിടെ ഫേസ് ചെയ്യുന്ന, എന്താ പറയുക, നിങ്ങൾ മുന്നിൽ കാണുന്ന ഇവിടുത്തെ ഒരു ദയനീയ അവസ്ഥ എന്താ? ഈ ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ജംഗ്ഷനിൽ എപ്പോഴും ബ്ലോക്കായിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് കയറി വരുന്ന പ്രധാന ജംഗ്ഷനായ പള്ളി മുഖത്തുനിന്ന് കയറി വരുന്ന പ്രദേശത്ത് വളരെ മോശമായ ഒരവസ്ഥയാണുള്ളത്. അവിടുന്ന് ഒരു വാഹനം, ഒരു അസുഖമുള്ള രോഗിനെ കടന്നു വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയും 10 മിനിറ്റ് സമയം പിടിക്കും. ആംബുലൻസൊക്കെ വലിയ പ്രശ്നമാണ് ഇവിടെ. ഇപ്പോൾ പലപ്പോഴും ഇവിടുത്തെ ബ്ലോക്കും ഇത് കാരണം കൊണ്ട് രോഗികളടക്കം ഈ ആശുപത്രിക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. പല രോഗികളും ഇങ്ങോട്ട് വരാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് നേരെ മെഡിക്കലിലേക്ക് പോകേണ്ട അവസ്ഥ. അവിടെ ചെന്നാൽ എടുക്കില്ല. ഈ താലൂക്ക് ആശുപത്രി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ വന്ന് നോക്കി ഇവിടുന്ന് പറഞ്ഞയക്കുന്ന ഒരു ഗുണം കിട്ടില്ല. അപ്പോൾ നേരിട്ട് പോകാൻ പലർക്കും പ്രയാസങ്ങളുണ്ട്. അതുമാത്രമല്ല, പട്ടാമ്പിയുടെ ഈ മുനിസിപ്പാലിറ്റിക്ക് കീഴിലാണ് ഇപ്പോൾ ഈ സ്ഥലം വരുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ ഈ പ്രശ്നമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. പല സംഘടനകളും ഇവിടെ മാർച്ച് നടത്താനോ അതിന് പറയുമ്പോൾ ഉടൻ ഭരണാധികാരികൾ എന്ത് ചെയ്യും, അതിപ്പോൾ പണിയെടുക്കാൻ അത്ര കോടി പാസ്സായി 3 കോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബോർഡ് വയ്ക്കും, ഫ്ലക്സും വയ്ക്കുകയാണ്. അത് കാരണം റോഡ് പണി നടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പരിതസ്ഥിതിയിൽ ഈ ഡയാലിസിസ് സെൻ്റർ ഉൾപ്പെടെയുള്ള ഒരു സ്ഥലമാണ് ഈ പട്ടാമ്പി താലൂക്ക്. ഇതാണ് ഇപ്പോൾ പട്ടാമ്പി താലൂക്ക് ആശുപത്രി. ഇതിൻ്റെ പിന്നിലാണ് ഡയാലിസിസ് സെൻ്റർ പ്രവർത്തിക്കുന്നത്. താലൂക്ക് ആശുപത്രി, റെയിൽവേ സ്റ്റേഷൻ, സിവിൽ സ്റ്റേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് ഓഫീസ് അടക്കം പട്ടാമ്പി സിവിൽ സ്റ്റേഷൻ അല്ലേ, വില്ലേജ് അടക്കമുള്ള എല്ലാ ഓഫീസുകളും സ്ഥിതി ചെയ്യുന്ന പട്ടാമ്പിയുടെ ഹൃദയഭാഗത്തേക്കുള്ള വെറും 1/2 കിലോമീറ്റർ റോഡിൻ്റെ അവസ്ഥയാണ്. നമുക്കറിയാം പട്ടാമ്പിയിൽ നിന്നും ജനങ്ങളുടെ അടുത്ത് നിന്ന് തിരിച്ചെടുക്കുന്ന നികുതി പണം എത്രത്തോളം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും രൂപ ഉള്ളപ്പോഴും ഇവിടെ ഈ നാട്ടിലത്തെ മുഴുവൻ ജനങ്ങൾക്കും എന്താ പറയുക, ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കയറി ഇറങ്ങുന്ന ഈ സ്ഥലത്തേക്ക് വരാനുള്ള റോഡിൻ്റെ അതിദയനീയമായ ഒരവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് അധികൃതരെ ഈ സംഭവം നേരേക്ക് മാതൃകയാവണം എന്നാണ് ഇവിടെയുള്ള എല്ലാവർക്കും പറയാനുള്ളത്. ആ ഗർഭിണികൾ വരുന്ന കാര്യം പറയണ്ടേ? പറഞ്ഞോളാം. അത് ഈ വെള്ളം അവിടെ മോട്ടർ അടിച്ചിട്ടില്ല, അതാണ് ശരിക്കും. ആ കയറി വരുന്ന ഭാഗം കൂടി എടുക്കണം. ഇതിനെ
ആലുവന്റെ മുന്നേ അല്ലേ?